ഹായ് ഓൾ ഫ്രണ്ട്സ്, വെൽക്കം ടു MTM പൊളിറ്റിക്കൽ ടോക്ക്. അപ്പോൾ നമ്മൾ സാധാരണ ഇലക്ഷൻ ടൈമിലൊക്കെ സീറ്റ് വിഭജന സമയത്താണ് കൂടുവിട്ട് കൂടുമാറുന്നവരെ കൂടുതലും കണ്ടുവരാറുള്ളത്. അതുപോലെ തന്നെയാണ് ഒരു സംഭവം തന്നെയാണ് ഇപ്പോൾ തൃശൂർ ജില്ലയിലെ നാട്ടിക മണ്ഡലത്തിൽ CPI-യുടെ ഇപ്പോഴത്തെ നിലവിലെ സിറ്റിംഗ് MLA CC മുകുന്ദന് സീറ്റ് നിഷേധിക്കപ്പെട്ടിരിക്കുന്നു. അദ്ദേഹം UDF-ന്റെ പിന്തുണയോടുകൂടി മത്സരിക്കും എന്നൊക്കെയുള്ള വാർത്തകൾ ഇന്ന് രാവിലെ മുതൽ അത് ബ്രേക്ക് ചെയ്തിരുന്നു എങ്കിലും അതിന്റെ ഏകദേശം ഒരു ധാരണ, ഒരു ഉറപ്പിച്ച വാർത്ത ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏതായാലും നാട്ടിക മണ്ഡലത്തിൽ CC മുകുന്ദൻ UDF-ന്റെ സ്വതന്ത്രനായി മത്സരിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. UDF-ന്റെ ഉന്നത നേതാക്കളായ ശ്രീ രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ മുതലായ ആളുകളൊക്കെയുമായി ചർച്ച നടത്തി എന്നൊക്കെ മനസ്സിലാക്കുന്നു. തൃശൂർ ജില്ലയിലെ നാട്ടിക സീറ്റ് CC മുകുന്ദൻ MLA UDF പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ അവസാനമായി ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ നമുക്ക് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നത്. KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല മുതലായ ഉന്നത UDF-ന്റെ കോൺഗ്രസിന്റെ നേതാക്കളുമായി ഒക്കെ ബന്ധപ്പെട്ട് കഴിഞ്ഞു എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. CPI-യുടെ മണ്ഡലം അംഗത്വം രാജിവെച്ചു എന്ന് പറയുന്നുണ്ടെങ്കിലും രാജിക്കത്ത് കിട്ടിയിട്ടില്ല എന്നൊക്കെ സെക്രട്ടറിയും പറയുന്നുണ്ട്. എന്തെങ്കിലും അതൊക്കെ ഒരു സാങ്കേതികത്വം മാത്രമാണ്. അദ്ദേഹം ഏതായാലും പാർട്ടി വിടാൻ തീരുമാനിച്ചു, UDF പിന്തുണയോടെ മത്സരിക്കാനും തീരുമാനിച്ചു എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ഈ വാർത്തകളിൽ നിന്നൊക്കെ മനസ്സിലാക്കാനും സാധിക്കുന്നത്. KPCC ജനറൽ സെക്രട്ടറി ജോസ് വള്ളൂർ പെരിങ്ങോട്ടുകരയിലെ MLA ഓഫീസിലെത്തി ചർച്ച നടത്തി എന്നും വാർത്തകൾ ഇപ്പോൾ ബ്രേക്ക് ചെയ്യുന്നുണ്ട്. വിശദ വിവരങ്ങൾ നേതൃത്വത്തെ ധരിപ്പിക്കും, കൂടുതൽ വിവരങ്ങൾ നേതൃത്വം അറിയിക്കും എന്നൊക്കെയാണ് KPCC-യുടെ സെക്രട്ടറി ഇദ്ദേഹത്തെ കണ്ടതിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അപ്പൊ ഏതായാലും ഒരു ധാരണ ആയി കഴിഞ്ഞു. CC മുകുന്ദൻ UDF-ന്റെ പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നാട്ടിക മണ്ഡലത്തിൽ മത്സരിക്കും എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഒരു കൂട് വിട്ട് കൂടുമാറ്റം. അതേസമയം ആരോപണത്തോട് പ്രതികരിക്കാനില്ലെന്നാണ് CPI-യുടെ ഈ സീറ്റിലേക്ക് നിശ്ചയിച്ച മുൻ MLA ആയിരുന്ന ഗീതാ ഗോപിയുടെ ആദ്യ പ്രതികരണം വന്നിരിക്കുന്നത്. അത് രാവിലെ തന്നെ ആ പ്രതികരണം ലഭ്യമായിരുന്നു. ഏതായാലും അതൊക്കെ പാർട്ടി നേതൃത്വം പറയും എന്ന് തന്നെയാണ് അവർ അതിൽ പറഞ്ഞത്. ഇതിനോട് CC മുകുന്ദനോട് മറുപടി പറയാനോ ഒന്നും താൻ തയ്യാറല്ല. അതെല്ലാം ജില്ലാ നേതൃത്വമോ സംസ്ഥാന നേതൃത്വമോ ഒക്കെ അതുമായി ബന്ധപ്പെട്ട പ്രതികരണം നടത്തും എന്ന് തന്നെയാണ്. CC മുകുന്ദന്റെ രാജിക്കത്ത് കിട്ടിയില്ലെന്ന് മണ്ഡലം സെക്രട്ടറി അറിയിക്കുന്നുണ്ടെങ്കിലും അതൊക്കെ ഒരു സാങ്കേതികത്വം മാത്രമാണ്. അതേസമയം നിശ്ചയിച്ച സ്ഥാനാർത്ഥി തന്നെ മത്സരിക്കും എന്ന സംസ്ഥാന സെക്രട്ടറിയുടെ ഒരു പ്രതികരണവും ഇന്ന് ലഭ്യമായിരുന്നു. അത് ഉച്ചയുടെ ആ പ്രതികരണം ലഭ്യമായ കണക്കിന് ഇനി ഒരു ചർച്ചയോ മറ്റോ ഒന്നും ഉണ്ടാവുകയില്ല എന്ന് തന്നെയാണ് ആ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നത്. അതേസമയം മുകുന്ദന്റെ ആരോപണം നാട്ടിക സീറ്റ് പേയ്മെന്റ് സീറ്റാണെന്നും ഒരു ടൈം പൂർത്തിയാക്കിയ തന്നെ മാറ്റുന്നത് പാർട്ടിയുടെ രീതിക്ക് വിരുദ്ധമാണെന്നും ഒക്കെയാണ് CC മുകുന്ദന്റെ ആരോപണം. ഇതിന് പിന്നാലെ CC മുകുന്ദൻ ഉത്തമനായ ഒരു കമ്മ്യൂണിസ്റ്റ് ആണെന്ന് UDF-ന്റെയോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് കോൺഗ്രസിന്റെയോ ഒക്കെ നേതാക്കൾ KC വേണുഗോപാൽ, ശ്രീ രമേശ് ചെന്നിത്തല തുടങ്ങിയ നേതാക്കളൊക്കെ പ്രതികരിച്ചതും ഈ വാർത്തകൾ ഇന്ന് വന്നിരുന്നു. ഏതായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാവുമെന്നൊക്കെ തന്നെയാണ് CC മുകുന്ദനും പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഏതായാലും നാട്ടിക മണ്ഡലത്തിൽ UDF-ന്റെ സ്ഥാനാർത്ഥിയായി UDF-ന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ആയിരിക്കും CC മുകുന്ദൻ മത്സരിക്കുക എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് വ്യക്തമായി മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ അവിടെ ചിത്രം വ്യക്തമായി. ഏകദേശം ഇനി BJP-യുടെ സ്ഥാനാർത്ഥിയുടെ ചിത്രം മാത്രമാണ് അവിടെ വ്യക്തമായുള്ളത്. ഗീതാ ഗോപി LDF-ന്റെ സ്ഥാനാർത്ഥിയും CC മുകുന്ദൻ UDF പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥിയുമായിരിക്കും എന്ന് തന്നെയാണ് ഇതുവരെയുള്ള ഇപ്പോൾ നടന്ന ചർച്ചകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പോൾ ഏതായാലും നാട്ടിക മണ്ഡലത്തിൽ ഒരു വാശിയേറിയ മത്സരമായിരിക്കും ഇനി ഉണ്ടാവുക. വലിയ വ്യത്യാസത്തിലാണ് കഴിഞ്ഞ പ്രാവശ്യം CC മുകുന്ദൻ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി
അവിടെ നിന്ന് വിജയിച്ച് MLA ആയത്. എങ്കിലും അതൊക്കെ മറികടക്കാൻ സാധിക്കുമോ എന്നുള്ളത് ഇപ്പോൾ പറയാനാകില്ല. അതൊക്കെ അവിടുത്തെ വോട്ടർമാരുടെ ഇതുമായി ബന്ധപ്പെട്ട അവരുടെ പ്രതികരണങ്ങളിൽ നിന്നൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോഴേതായാലും അത്തരം പ്രതികരണങ്ങളൊന്നും വോട്ടർമാരുടെ ഭാഗത്തു നിന്നോ മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നോ എത്താത്തത് കൊണ്ട് അത്തരം പ്രതികരണങ്ങളിലേക്ക് ഇപ്പോൾ അസാധ്യമാണ്. ഏതായാലും വലിയൊരു വ്യത്യാസം, വലിയൊരു ഭൂരിപക്ഷത്തിൽ വിജയിച്ച ഒരു മണ്ഡലമായതുകൊണ്ട് തന്നെ അത് ആ ആൾ തന്നെയാണ് UDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് എന്നതുകൊണ്ടും അവിടെ വലിയ മാറ്റങ്ങളൊക്കെ സംഭവിക്കാനും സാധ്യതയുണ്ട്. അത് വളരെ നിസ്സാരമായി കണ്ടുകൂടാ. എങ്കിലും നാട്ടിക മണ്ഡലത്തിന്റെ UDFന്റെയും LDFന്റെയും സ്ഥാനാർത്ഥി ചിത്രം വ്യക്തമായി എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് വരുന്ന വാർത്തകളിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നത്. ശ്രീ ഗീത ഗോപി LDFന്റെ സ്ഥാനാർത്ഥിയായി CPIയുടെ സ്ഥാനാർത്ഥിയായും ശ്രീ CC മുകുന്ദൻ UDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ വരുന്ന ഈ ചിത്രങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ ഇനി ഇവരുടെ പ്രവർത്തനം അതിന്റെ മികവും രണ്ടുപേരും മുൻ MLA-മാരാണ്. അല്ല, CC മുകുന്ദൻ സിറ്റിംഗ് MLA ആണ്, ഗീതാ ഗോപി അവിടുത്തെ മുൻ MLA ആണ്. അപ്പോൾ രണ്ടാളും ആ മണ്ഡലത്തിലെ പ്രതിനിധീകരിച്ച ആളുകൾ തന്നെയാണ്. അപ്പോൾ ഇനി ആ മണ്ഡലത്തിൽ ജനങ്ങൾക്ക് ആരെയാണോ, ഏത് മുന്നണിയെയാണോ, ഏത് സ്ഥാനാർത്ഥിയെയാണോ ആവശ്യം എന്ന് ഇനിയുള്ള ദിവസങ്ങൾ അതിന്റെ ഒരു ചിത്രം നമുക്ക് വ്യക്തമാകും. ഇപ്പൊ ഏതായാലും അത്തരം ചിത്രങ്ങളിലൊന്നും എത്തപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അത്തരം ചിത്രങ്ങൾ ഇപ്പോൾ വ്യക്തവുമല്ല. ഏതായാലും ഇതൊരു ഈ കൂടുമാറ്റത്തെ വോട്ടർമാരെങ്ങനെ അതിനെ കാണുന്നു എന്നുള്ളതാണ് ഇനി വോട്ടിലൂടെ നമുക്ക് അറിയാനുള്ളത്. വോട്ടർമാർ കൂടുമാറ്റം അംഗീകരിക്കുന്നുണ്ടോ അതോ അംഗീകരിക്കുന്നില്ല എന്നുള്ളത് ഇലക്ഷൻ കഴിയുന്നത് വരെ നമ്മൾ കാത്തിരുന്നേ അതിന്റെ ചിത്രം വ്യക്തമാകുകയാണ്. സീറ്റ് കിട്ടാത്തത് കൊണ്ടുള്ള നിരാശയാണോ അതോ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടാണോ എന്നൊക്കെ കൂടുതലും ആ മണ്ഡലത്തിലെ വോട്ടർമാർക്ക് അതിന്റെ ഒരു കാഴ്ചപ്പാടുണ്ടാവും. അതിനനുസരിച്ചായിരിക്കും അവരുടെ വോട്ടുകൾ അവരുടെ സമ്മതിദാനാവകാശം അവർ വിനിയോഗിക്കുക. അപ്പോൾ അതായിരിക്കും അതിന്റെ ചിത്രം വ്യക്തമാക്കുക. അപ്പോൾ അതിന് നമുക്ക് ഇലക്ഷൻ കഴിയുന്ന വോട്ട് എണ്ണുന്നത് വരെ തന്നെ കാത്തിരിക്കേണ്ടി വരും എന്നത് തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാകും. ഏതായാലും സ്ഥാനാർത്ഥി ചിത്രം വ്യക്തമായി. CC മുകുന്ദനായിരിക്കും നാട്ടിക മണ്ഡലത്തിൽ UDFന്റെ സ്ഥാനാർത്ഥി എന്നും ഗീതാ ഗോപി ആയിരിക്കും LDFന്റെ സ്ഥാനാർത്ഥി എന്നും ചിത്രം ഏതായാലും ഇവിടെ വ്യക്തമായി. അപ്പോൾ ഇന്ന് രാവിലെ മുതൽ വന്നിരുന്ന ഇന്നലെ മുതൽ തന്നെ ഈ വാർത്തകളൊക്കെ ബ്രേക്ക് ചെയ്തിരുന്നു. ഇന്ന് രാവിലെ അതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്കും കടന്നിരുന്നു. എങ്കിലും അതിന്റെ ഒരു ചിത്രം ഇപ്പോൾ വ്യക്തമായി. അതുമായി ബന്ധപ്പെട്ട സ്ഥാനാർത്ഥി ചിത്രം തന്നെയാണ് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മളും ഇത് വളരെ വിശദമായി തന്നെ നോക്കിയതും ചർച്ച ചെയ്തതും. അപ്പോൾ ഈ നാട്ടിക മണ്ഡലത്തിന്റെ ഒരു ചിത്രം ഏകദേശം വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയുള്ള കാര്യങ്ങൾ വോട്ടർമാരുടെ അവരുടെ വിശകലനത്തിനും, കാരണം രണ്ടുപേരും മുൻ MLA-മാരായതുകൊണ്ട്, CC മുകുന്ദൻ സിറ്റിംഗ് MLA-യും ഗീതാ ഗോപി മുൻ MLA-യും ഒക്കെ ആയതുകൊണ്ട് ആ മണ്ഡലത്തിലെ വോട്ടർമാരുടെ കാഴ്ചപ്പാടൊക്കെ തന്നെയാണ് ഇനി ഇതിൽ നിന്ന് കൂടുതൽ വ്യക്തതയിലേക്ക് വരേണ്ടത്. അപ്പോൾ അത് വരും ദിവസങ്ങളിൽ അതിന്റെ ഒക്കെ പ്രതികരണങ്ങളും വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും ഈ വീഡിയോ മുഴുവനായും വീക്ഷിച്ച താങ്കൾക്ക് നന്ദി. താങ്കളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അഭിപ്രായ നിർദ്ദേശങ്ങൾ എന്താണെങ്കിലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും ലൈക്ക് ചെയ്യാൻ ഉറപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.